ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി എന്നത് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒഴിവാക്കാനൊക്കാത്തതായിട്ടുള്ള ഒരു ഡിസിഷനാണ്. കാരണം ഇലക്ഷന്റെ സമയത്ത് ഇതുപോലെ രാഷ്ട്രീയപരമായിട്ട് ഉന്നതമായ ചുമതലയിലിരിക്കുന്നവർ ആ ഒരു സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ലോകമെമ്പാടും ഇന്ത്യൻ ജനാധിപത്യത്തെ വീക്ഷിക്കുന്നതിന്, എങ്ങനെയാണോ ഇന്ത്യൻ ജനാധിപത്യത്തെ കാണുന്നത് അതിന് ദുഷ്പേരുണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉയർന്നു വന്നിരുന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ വെളിച്ചത്തിൽ വേണം നിയമങ്ങളെ വ്യാഖ്യാനിക്കുവാൻ. ഭരണഘടനയുടെ 21-ാം വകുപ്പനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള അറസ്റ്റുകളും ഇത്തരത്തിലുള്ള നിയമ നടപടികളെയും ഒക്കെ വ്യാഖ്യാനിക്കുവാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുവാനും കഴിയുകയുള്ളൂ. നാം കാണുന്ന ഭരണഘടനയല്ലാതെ നാം കാണാത്ത ഒരു ഭരണഘടനയും കൂടെ, ഇൻവിസിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അതായത് ഒരു രാജ്യത്ത് വളരെ ജൈവികമായിട്ടുണ്ടാകുന്ന ഡെവലപ്മെന്റ്സ്, മാറ്റങ്ങൾ, ഇതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഭരണഘടനാ കോടതികളാണ് നിയമങ്ങളെയും ഭരണഘടനയുടെ വെളിച്ചത്തിൽ നിയമങ്ങളെയും ഭരണഘടനയെയും വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അനിതസാധാരണമായ ഒരു സാഹചര്യം ഉയർന്നു വന്നിരിക്കുമ്പോൾ ഇതുപോലെ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്ത സമയത്തിന്റെ പ്രസക്തിയും അതിന്റെ ഗൗരവവും നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പലരും ചോദിക്കുകയുണ്ടായി, അപ്പൊ അറസ്റ്റ് ക്രിമിനൽ നടപടിക്രമം പ്രകാരം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് രാഷ്ട്രീയമായിട്ടുള്ള സമയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് സുപ്രീം കോടതി നോക്കി എന്ന് മാത്രമല്ല, ഭരണകൂടങ്ങൾക്ക് വ്യക്തമായിട്ടൊരു മുന്നറിയിപ്പ് കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ പുറത്തേക്ക് വരുന്നത്. കോടതി തന്നെ പറയാറുണ്ട്, വ്യക്തികൾക്ക് പരോള് കൊടുക്കാൻ, ചില സാഹചര്യങ്ങളിൽ പരോള് കൊടുക്കേണ്ടതായിട്ടുണ്ട് അവരുടെ അപേക്ഷ പരിഗണിച്ച്. എന്നാൽ ഭരണകൂടം പരോൾ നിഷേധിക്കുമ്പോൾ, പരോള് കൊടുക്കുന്ന ഒരു പ്രത്യേക കാരണത്തിനാണ് പരോള് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നിഷേധിക്കുന്ന സമയത്ത് കോടതികളെ സമീപിച്ച് കോടതികൾക്ക് അങ്ങനെ ഉത്തരവ് കൊടുത്ത് വ്യക്തിയെ താൽക്കാലികമായിട്ടെങ്കിലും സ്വതന്ത്രനാക്കുവാനുള്ള അധികാരമുണ്ട്. അപ്പൊ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉത്തരവിൽ നിരത്തിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി PMLA കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് ഇത്തരത്തിൽ ഒരു ഉത്തരവ് വഴി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുള്ള ആ ഒരു പ്രാധാന്യം ജനാധിപത്യത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗൗരവകരമായ ഒരു ക്രിമിനൽ കുറ്റത്തിൽ പ്രതിയാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പാർട്ടി സംബന്ധമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ആ ഒരു അവകാശം സുപ്രീം കോടതി അംഗീകരിച്ചത് PMLA നിയമത്തിന്റെ വ്യാഖ്യാനത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. കാരണം നിയമം വളരെയധികം കഠിനമാകുമ്പോൾ, ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ കോടതികൾ നിയമത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിന്റെ ക്രൂരതയാർന്ന പല്ലുകൾ തല്ലിക്കൊഴിക്കുക എന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അത്തരത്തിൽ നിയമത്തിന്റെ ചട്ടങ്ങളെ റീഡ് ഡൗൺ ചെയ്യുക, അതിനെ ലഘുവാക്കി ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് ലോകമെമ്പാടും ഭരണഘടനാ കോടതികൾ പുരോഗമന ജനാധിപത്യത്തിൽ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അത് ഇന്ത്യയിൽ സംഭവിക്കുവാൻ ഇടയായത് PMLA നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിന്റെ കേസാണ്. കോടതി അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് ജൂൺ 1 തിരിച്ച് ജയിലിലേക്ക് ചെല്ലേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് അധികാരം ഉപയോഗിക്കുവാൻ കഴിയില്ല. അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന് കയറുവാൻ കഴിയില്ല. ഇപ്പോഴുള്ള ഈ കേസുകളെ കുറിച്ചൊന്നും തന്നെ അദ്ദേഹത്തിന് പൊതുവേദിയിൽ സംസാരിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ പ്രചരണം നടത്തുവാൻ കഴിയും, അദ്ദേഹത്തിന് വോട്ട് ചെയ്യുവാൻ കഴിയും. തടങ്കലിലല്ല എന്നൊരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ കഴിയും. തനിക്ക് രേഖപ്പെടുത്തണമെന്നല്ലേ തന്റെ പാർട്ടിക്ക് രേഖപ്പെടുത്തണമെന്ന് ജനങ്ങളോട് വിളിച്ചു പറയുവാനും അദ്ദേഹത്തിന് കഴിയും എന്നുള്ളത് ഈ ഉത്തരവിന്റെ ഒരു ഔട്ട്കം ആണ്. അപ്പൊ അത്തരത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതി എടുത്തത്. പരിമിതികളുണ്ട് ഈ അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിന്. പക്ഷേ ആ പരിമിതികൾക്കിടയിൽ കൂടി PMLA പോലെ വളരെ കഠിനമായ ഒരു നിയമത്തിന്റെ ആ കഠിനമായ നിയമത്താൽ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട കേജ്രിവാളിന്, അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, അതായത് ഒരു സ്ഥിരം കുറ്റവാളിയല്ല. അദ്ദേഹം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ കൺവീനറാണ്. അദ്ദേഹത്തിന് ജനങ്ങളെ ഒരു പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജനങ്ങളെ അഡ്രസ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നിയമ നടപടികളെക്കാളൊക്കെ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് അടിവരയിടുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ചെറിയ ഉത്തരവാണ്. ഏതൊരു വ്യക്തിക്കും വിദ്യാർത്ഥിക്കും ഒരു 15 മിനിറ്റ് കൊണ്ട് വായിച്ചു തീരാൻ കഴിയുന്ന ഉത്തരവാണ്. പക്ഷേ ഈ ഉത്തരവിന്റെ പ്രസക്തി എന്നത്
ഒരുപക്ഷെ കേശവാനന്ദ ഭാരതി കേസിനോളം തന്നെ വലിയ പ്രസക്തി ഉണ്ടാകുന്ന, അതായത് ഹ്യൂമൻ ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യത്തിന് അടിവരയിടുന്ന ഒരു ലൈബർട്ടേറിയൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ ചിന്താ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനമായി ഇതിനെ വരും കാലങ്ങൾ വിലയിരുത്തും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തടവിലാക്കുന്ന ആ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് നിഷ്പക്ഷരായിട്ടുള്ള വ്യക്തികൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭരണകൂടത്തിന് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ തന്നെയും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ ഇത്തരത്തിലുള്ള നിയമ നടപടികൾക്ക് കഴിയില്ല എന്നുള്ളതും, രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുവാനുള്ള ജനങ്ങളുടെ അവകാശവും ജനാധിപത്യത്തിന്റെ സംശുദ്ധിയും ഇതിന്റെയൊക്കെ മുകളിലാണ് എന്ന് വിളിച്ചോതുന്ന ഒരു വലിയ വിധിയായിട്ട് വേണം സുപ്രീം കോടതിയുടെ ഈ ചെറിയ ഉത്തരവിനെ കാണുവാനായിട്ടുള്ളത്. എല്ലാത്തിലും ഉപരി ഇത് ഭരണകൂടങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. നിയമത്തിന്റെ കർക്കശമായിട്ടുള്ള നിയമത്തിന്റെ കരങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബലി കഴിക്കുവാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് തുനിയുമ്പോൾ കോടതികളുണ്ട് എന്നൊരു ഓർമ്മ കൂടി വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു സന്ദേശം. ഇപ്പോ രാഷ്ട്രീയപരമായിട്ട് BJPക്ക് വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടാക്കും എന്ന് പറയപ്പെടുന്ന ഒരു ഉത്തരവാണ്. പക്ഷേ നിയമത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കോടതി എടുത്ത ഒരു നിർണായകമായ കാൽവയ്പായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. അവിടെയാണ് അരവിന്ദ് കെജ്രിവാൾ ഫയൽ ചെയ്ത അപ്പീൽ കേൾക്കുന്ന അവസരത്തിൽ ആത്യന്തികമായിട്ടുള്ള തീരുമാനം അത് എന്തായാലും പിന്നീട് എടുക്കാം. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന്റെ സാഹചര്യത്തിൽ അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ കൺവീനറാണ്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ളതൊക്കെ കണക്കിലെടുത്തുകൊണ്ട്, അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതും കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് ഈ സമയത്ത് പ്രവർത്തിക്കുക എന്നതൊരു പാർട്ടിയുടെ ഓഫീസ് ബെയറർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ ബെനിഫിറ്റ് മറ്റൊരാൾക്ക് കിട്ടുകയില്ല. കാരണം കേജ്രിവാളിന്റെ പ്രത്യേകതകൾ കേജ്രിവാളിന് മാത്രം അവകാശപ്പെടുവാനുള്ളതാണ്. അദ്ദേഹം ചീഫ് മിനിസ്റ്റർ പദവി രാജിവെക്കാതിരുന്നപ്പോൾ വ്യാപകമായി എല്ലാവരും വിമർശിക്കുകയുണ്ടായി, വ്യാപകമായ വിമർശനം ഉണ്ടായി. പക്ഷെ നാം ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ വെക്കില്ല എന്നൊരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടത് അദ്ദേഹത്തിന് പിന്നീട് ഇപ്പോ നേട്ടമായിട്ട് വരികയാണ് ചെയ്തത്. കാരണം മുഖ്യമന്ത്രിയാണ്, ആം ആദ്മി പാർട്ടിയുടെ കൺവീനറാണ്. ഇതെല്ലാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണക്കിലെടുക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം രാജിവെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു ലിബറലായിട്ടുള്ള ഉദാരമായിട്ടുള്ള ഒരു സമീപനം കോടതിയിൽ നിന്ന് ഉണ്ടാകുമായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ അധികാരം പുറത്തു വന്ന് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സുപ്രീം കോടതി കണ്ടത്. അപ്പോ അതൊരു വലിയ തന്ത്രമായിരുന്നു. അത് തന്ത്രം വിജയിച്ചു എന്നുള്ളത് നാം തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ചിട്ടുള്ള ആ ഒരു ഉദാരമായിട്ടുള്ള സമീപനം അമൃത്പാൽ സിംഗിന് കിട്ടുകയില്ല. കാരണം അമൃത്പാൽ സിംഗ് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രഥമ ഏരിയ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിഘടന പ്രവർത്തനമാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക്, തടങ്കലിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഇലക്ഷന് നിൽക്കുവാനോ വോട്ട് ചെയ്യുവാനോ ഒന്നും അവകാശമില്ല. അപ്പോ വോട്ട് ചെയ്യുക എന്നുള്ള അവകാശം ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് മാത്രമാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് കൂടി ഇപ്പോ നിലനിൽക്കുന്ന വിധികൾ പ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ചില വിധികളിൽ സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പൊ നിലനിൽക്കുന്ന നിയമപ്രകാരം അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അപ്പൊ തടങ്കലിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുവാൻ അവകാശമില്ല, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുവാൻ അവകാശമില്ല എന്നൊക്കെ ഇരിക്കെ ഇപ്പോ മുഖ്യമന്ത്രിയായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ കോണ്ടെക്സ്റ്റിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വ സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് പരോള് കൊടുക്കുന്നത് പോലെ താൽക്കാലികമായി ഈ ഒരു കാരണം മാത്രം ചൂണ്ടിക്കാട്ടി ഒരു ഇടക്കാല ഉത്തരവാണ്. ഇതെല്ലാ കേസുകളിലും ഇത് അനുവർത്തിക്കണമെന്നില്ല. പക്ഷെ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം പ്രഥമ ഏരിയയായിട്ട് അല്ലെങ്കിൽ പ്രഥമ പരിഗണനയായിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെ നിർണായകമായ നിമിഷത്തിൽ അറസ്റ്റിലാക്കപ്പെടുകയാണെങ്കിൽ അവർക്കൊരു ആശ്വാസമായി ജനാധിപത്യത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടുകൊണ്ട് കോടതികൾക്ക് ഇടപെടാൻ കഴിയുമെന്ന് ഭരണഘടനയുടെ 226 വകുപ്പ് പ്രകാരം അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം സമർപ്പിച്ച ഹർജിയിൽ എടുത്ത തീരുമാനത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്
സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ, പ്രത്യേക അനുമതി ഹർജി, ക്രിമിനൽ 5154/2024 എന്ന ഹർജി സുപ്രീം കോടതിയിൽ ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഫയൽ ചെയ്യുന്നത്. അപ്പൊ കേസിന്റെ പരിഗണനാ സമയത്ത് ആ കേസിലെ വ്യവഹാരിക്ക് ചില ആവശ്യങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട് പൊതു തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പൊതുകാര്യ പ്രസക്തിയുള്ള ഒരു ആവശ്യമാണ്. അങ്ങനെ ഒരു ആവശ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ കോടതിക്ക് താൽക്കാലികമായി ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ ഉത്തരവിടുന്നതിനകത്ത് നിയമപരമായിട്ടുള്ള ഒരു പരിമിതിയില്ല. ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ വന്നത്. അപ്പൊ സുപ്രീം കോടതി ആ ഒരു റിട്ട് കോടതിയിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾ അതുതന്നെയാണ് അപ്പീൽ അധികാരത്തിലൂടെ പരിഗണിക്കുന്നത്. എന്നിരിക്കെ ഒരു റിട്ട് കോടതിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അധികാരം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇടക്കാല ആശ്വാസത്തിലൂടെ, ഒരു ഇന്ററിം റിലീഫിലൂടെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക താൽക്കാലികമായിട്ടെങ്കിലും, അതാണ് കോടതി വിനിയോഗിച്ചത്. ഇത് ബാക്കിയുള്ള മറ്റു വ്യക്തികൾക്കൊന്നും ഇതിന്റെ ഒരു ബെനിഫിറ്റ്, പൊളിറ്റീഷ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇലക്ഷന്റെ ഒക്കെ കോണ്ടെക്സ്റ്റിൽ തടവിലാക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നാളെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടിയേക്കാം. മുഖ്യമന്ത്രിയാണ്, ആം ആദ്മി പാർട്ടിയുടെ കൺവീനറാണ് എന്നുള്ളതൊക്കെ പരിഗണിച്ചുകൊണ്ട് കോടതി അങ്ങനെ ഒരു ഉത്തരവ് പാസ്സാക്കുന്നതിൽ നിയമപരമായിട്ടൊരു തെറ്റില്ല. കാരണം ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എല്ലാത്തിനും ആധാരം. ഒരു ക്രിമിനൽ കേസിലൂടെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി അടിവരയിടുകയാണ്. ഒരു പ്രത്യേക അനുമതി ഹർജി, ക്രിമിനൽ SLPയുടെ തീരുമാനത്തിലൂടെ, ഉത്തരവിലൂടെ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി, ഇങ്ങനെയുള്ള എല്ലാ സാങ്കേതികതകൾക്കും അതീതമാണ് വ്യക്തി സ്വാതന്ത്ര്യവും തെരഞ്ഞെടുപ്പും എന്ന് വിളിച്ചോതുന്ന ഒരു വലിയ തീരുമാനമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ കേസിനെ കുറിച്ച് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർക്കും ഇന്ത്യ മുന്നണിയിലുള്ളവർക്കും നേതാക്കന്മാർക്കും ഒക്കെ അവർക്ക് പ്രചരണത്തിൽ ഏർപ്പെടാം എന്നുള്ളിടത്താണ് ഒരുപക്ഷെ ഈ ഒരു തീരുമാനത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസക്തി. കേജ്രിവാൾ അവിടെ ഒരു വളരെ സൈലന്റ് ആയിട്ട് ഒരു വേദിയിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ കുറിച്ച് മറ്റൊരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്നതിന് ഒരു പരിമിതിയില്ല. അത്തരത്തിൽ ഒരു ഉത്തരവ് വലിയ ജനാധിപത്യത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ചേക്കാവുന്ന, തെരഞ്ഞെടുപ്പിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കാവുന്ന ഒരു ഉത്തരവായി ഇത് പ്രായോഗികമായി പരിണമിക്കുവാനുള്ള സാധ്യതകളാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. കോടതികൾ നിഷ്പക്ഷമല്ല എന്ന ഒരു ആഖ്യായിക കാലാകാലങ്ങളായി നാം കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ചില ഉത്തരവ് വരുമ്പോൾ നമ്മുടെ തന്നെ മനസ്സിലും ചോദ്യചിഹ്നങ്ങൾ ഉയരാറുണ്ട്. പക്ഷേ നാം എല്ലാത്തിനെയും സമഗ്രമായി ഒന്ന് കാണുകയാണെങ്കിൽ ഇത് ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലല്ല. പൊതുവെ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലാണ് വ്യക്തി സ്വാതന്ത്ര്യ കേന്ദ്രീകൃതമായിട്ടുള്ള നിരവധി തീരുമാനങ്ങൾ സമീപകാലത്ത് വരികയുണ്ടായത്. ഇത് രണ്ടാമത്തെ സീനിയർ മോസ്റ്റ് ജഡ്ജി ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ കോടതിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു അടുത്ത ചീഫ് ജസ്റ്റിസായി വരാൻ പോകുന്ന വ്യക്തി, അദ്ദേഹം പ്രിസൈഡ് ചെയ്ത ബെഞ്ചിൽ നിന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്.